ഹായ് ഹലോ, ഞാനിപ്പോൾ ഉള്ളത് അച്ഛമ്മേൻ്റെ വീട്ടിലാണല്ലോ. അപ്പോൾ ഞാനും അച്ഛമ്മയും മാത്രമാണ് ഇവിടെ ഉണ്ടാവലുള്ളത്. ഇന്നിപ്പോൾ അമ്മയും മണിയും, അതായത് എൻ്റെ അനിയനും, അവർ രണ്ടുപേരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ചായ വെക്കുമ്പോഴും എല്ലാം രണ്ടു പേർക്കുള്ളത് എക്സ്ട്രാ വേണം. ഞാൻ ഇന്ന് 4 ഗ്ലാസ് ചായ എടുത്തിട്ടുണ്ട്. തിണ്ണയിൽ വന്നിരുന്ന് എല്ലാവരോടും വർത്താനവും പറഞ്ഞ് ചായ കുടിച്ചു. ഇനി നമുക്ക് ഏത്തപ്പഴം ഒരു 4 പുഴുങ്ങിയെടുക്കാം. ഇതിവിടെ ലാസ്റ്റ് ഉണ്ടായിരുന്ന പഴമാണ്, കുറച്ചധികം പഴുത്തിട്ടുണ്ട്. അപ്പോൾ അതിനി വെച്ചുകൊണ്ടിരുന്നത് ശരിയാവത്തില്ല. അപ്പോൾ അതും പുഴുങ്ങാം. അതോടൊപ്പം ഈ കല്ലേപ്പരത്തി ഉണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം അരിപ്പൊടി കൊണ്ടുള്ള കല്ലേപ്പരത്തിയാണ് ഉണ്ടാക്കിയത് കുറേ നാളുകൾക്ക് ശേഷം. ഇന്നിപ്പം ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതും നല്ല ടേസ്റ്റാണ്, ഗോതമ്പ് പൊടി രണ്ട് ടേസ്റ്റാണ്. ഞാൻ പിന്നെ അച്ചമ്മയ്ക്ക് മധുരം ഇടാണ്ട് ചുട്ടെടുക്കും. ഞങ്ങൾക്ക് ചുടുന്നതിൽ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടാണ് ചുട്ടെടുക്കുക. വെള്ളം വെച്ചിട്ട് ഇതുപോലെ പരത്തി കൊടുത്താൽ ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റും. പിന്നെ നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ നെയ്യും കൂടെ കുറച്ച് തൂളി കൊടുത്താൽ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പഴമൊക്കെ ഏകദേശം വെന്ത് വന്നിട്ട് നമുക്ക് ഓരോരോ അപ്പമായിട്ട് ചുട്ടെടുക്കാം. ഒരെണ്ണം തന്നെ 2 പേർക്ക് കഴിക്കാനുള്ളതായിട്ട് മുറിച്ചെടുത്താൽ തന്നെ ഉണ്ട് കേട്ടോ. അത്രയും വലിപ്പത്തിലാണ് ഞാൻ ആക്കിയെടുക്കുന്നത്, ചെറിയ രീതിയിലുള്ള കട്ടിക്കും. പഴം ഞാൻ പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്ക് അപ്പം കഴിക്കുമ്പം വീണ്ടും ചായ വേണമെന്ന് പറഞ്ഞിട്ട് 1 ഗ്ലാസ് ചായയും കൂടെ ഞാൻ വീണ്ടും വെച്ചു. ഇന്നിപ്പോൾ രാവിലെയൊക്കെ മഴയായിരുന്നു. ഒരു 9 മണി 9:30 ആയപ്പോഴാണ് വെയിൽ തെളിഞ്ഞത്. എന്നാൽ പിന്നെ ആ സമയം നോക്കി മിറ്റടിച്ച് വരാമെന്ന് വിചാരിച്ചു. പകുതി ഞാനും അടിച്ചു, പകുതി അമ്മയും അടിച്ചു. അമ്മ മിറ്റടിച്ച് വരുന്ന സമയം കൊണ്ട് ഞാൻ അരി പെറുക്കാമെന്ന് വിചാരിച്ചു. കരട് അപ്പോൾ അച്ഛമ്മ അടുത്ത് വന്നിരുന്ന് വർത്താനം പറയുന്നുണ്ട്. ഞാൻ പിന്നെ അടുക്കളയിലോട്ട് പോയപ്പോൾ അച്ഛമ്മ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു വർത്താനം പറയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ജോലിയുടെ മടുപ്പും അറിയത്തില്ല, പെട്ടെന്ന് തീരുകയും ചെയ്യും. ഇന്ന് പിന്നെ സ്പെഷ്യലായിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ. അപ്പുറത്തെ വീട്ടിൽ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയും ചേച്ചിയും കൂടെയാണ് ഇതെല്ലാം റെഡിയാക്കിയത്. ഞാനിത് അവസാനം കുഴച്ചെടുക്കുന്നത് മാത്രം. അവസാനം ഈ വടീൻ്റെ മേലെ വരുന്നത് എനിക്കിങ്ങനെ തോണ്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിനൊരു പ്രത്യേക ടേസ്റ്റുള്ള പോലെയൊക്കെ തോന്നും. ഇത് പച്ചത്തരണ്ടി ആയിരുന്നു, ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അത് ഞാൻ വറുത്തെടുത്തതാണ്. പിന്നെ കേതൽ മീനുണ്ട്, അതും കൂടെ കറി വെക്കണം. അച്ഛമ്മ പറഞ്ഞു തന്ന റെസിപ്പി പ്രകാരമാണ് കറിയൊക്കെ വെക്കുന്നത്. അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ.